നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കാലപൂർവ്വ ശുചീകരണം പാളി. കനത്ത മഴയിൽ തൃപ്രയാറിലും ചിറക്കലിലും വെള്ളക്കെട്ട്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പെരിങ്ങോട്ടുകര നന്മ പാട്ടുകൂട്ടായ്മ വാർഷികാഘോഷം നടത്തി. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച മഴയിൽ തൃപ്രയാറിലെ വെള്ളക്കെട്ട് രൂക്ഷമായി. നാട്ടിക പഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണം താളം തെറ്റിയതും കുടിവെള്ള പൈപ്പിടാനായി പൊളിച്ച മണ്ണ് കാനകളിൽ ഇട്ടുമൂടിയതും ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന കാന പാതി വഴിയിൽ നിന്നതുമാണ് വെള്ളക്കെട്ടിന് കാരണമായത്. തൃപ്രയാർ സെന്ററിൽ നിന്ന് കിഴക്കോട്ടൊഴുകി പോകേണ്ട കാനകൾ മുഴുവൻ മണ്ണും മാലിന്യവും നിറഞ്ഞ് കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോൾ തൃപ്രയാറിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുകയും കടകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. കനത്ത നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത്. പ്രതിഷേധത്തെ തുടർന്ന് കാനകൾ തുറന്ന് പരിശോധിച്ചിരുന്നു. എന്നാൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തടസ്സം നീക്കാനാകൂ എന്ന് പറഞ്ഞ് പണി പാതി വഴിയിലിട്ടു. അധികൃതർ തുറന്നിട്ട സ്ലാബുകൾ അടച്ചതുമില്ല. ഇത് വലിയ അപകടക്കെണിയാണ് ഉണ്ടാക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെ തൃപ്രയാറിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് തടസ്സം നീക്കി തുടങ്ങിയിട്ടുണ്ട്. മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാത്ത അധികൃതർക്കെതിരെ വലിയ പ്രതിഷേധം വ്യാപാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമുണ്ട്. തൃപ്രയാർ ചേർപ്പ് സംസ്ഥാനപാതയിൽ ചിറക്കലും കനത്ത വെള്ളക്കെട്ട്. ചാഴൂർ പഞ്ചായത്തിലെ ചിറക്കൽ ഗായത്രി ജംഗ്ഷനിലാണ് കാനകൾ മണ്ണ് നിറഞ്ഞത് മൂലം വെള്ളമൊഴുകി പോകാൻ വഴിയില്ലാതായിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ പെയ്ത മഴയിൽ വലിയ തോതിൽ റോഡിൽ വെള്ളമുയർന്നു. വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളമിരച്ച് സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും കയറിയത് ദുരിതം ഇരട്ടിയാക്കി. ചാഴൂർ പഞ്ചായത്തിലെ 10-11 വാർഡുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് കാനകളിൽ നിന്ന് മണ്ണ് നീക്കാത്തതാണ് പ്രശ്നം വഷളാക്കിയത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മെയ് 26 വരെയാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. ശ്രീകണ്ഠേശ്വരം സോമവാര്യരുടെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബിജുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. രത്നവല്ലി സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷയായി. തൃപ്രയാർ ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് P മണികണ്ഠൻ, NA വിജയൻ, സുലോചന ശക്തിധരൻ, രാംകുമാർ, ദിവാസ് ആലക്കൽ എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞാലും കാണുന്ന കണ്ണാനി മന്ദസ്മിതാഭയതൊന്നു മാത്രം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഇൻപേഷ്യന്റ് കൂട്ടായ്മയായ കഷായം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അജിതയ്ക്ക് യാത്രയയപ്പ് നൽകി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസ് ഡോക്ടർ റോയ് ജോസഫ് അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം EP അജയഘോഷ്, കൂട്ടായ്മ ചെയർമാൻ സജീവൻ മണ്ണാന്തിണ്ടി, ജനറൽ കൺവീനർ കിഷോർ വാഴപ്പള്ളി, ഡോക്ടർ പ്രിയ, നരേന്ദ്രൻ മാരാത്ത്, സജിൽ തെക്കൂട്ട് എന്നിവർ പ്രസംഗിച്ചു. ആദ്യമായി തന്നെ എന്നോട് പറയണ്ടായി. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചത് നമ്മുടെ വലപ്പാട് ഹോസ്പിറ്റലും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ കാലം മുമ്പ് തന്നെ എനിക്ക് ഇപ്പോൾ MLA അല്ലെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്ക് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രദേശത്തെ കുറിച്ച് എനിക്കറിയാം. ഞാനേക്കാളും പറയേണ്ടത് ഇവിടെയുള്ള ജിത്തും അതുപോലെ വാർഡ് മെമ്പറൊക്കെയാണ് പറയേണ്ടത്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലപ്പാട് ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു മാതൃകയാണ്. നമ്മുടെ ഈ അധ്യക്ഷൻ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാതൃകപരമായ ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഉള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തീരദേശത്ത് ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നാട്ടിക നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മാതൃകപരമായ വലിയൊരു മാറ്റം ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയാണ്.
കാരുണ്യ പ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവും മദ്രസ അധ്യാപകനുമായിരുന്ന ഉമ്മർ ഹാജിയുടെ അനുസ്മരണം നടത്തി. SYS മുറ്റിച്ചൂർ സുബുലുൽ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണം SYS സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് അധ്യക്ഷനായി. മുറ്റിച്ചൂർ ഖത്തീബ് CPM സിദ്ദീഖ് ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. SMF ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഖാസിമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. SYS സ്റ്റേറ്റ് സെക്രട്ടറി ഷഫുദ്ദീൻ വെൺമേനാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. SMF സ്റ്റേറ്റ് സെക്രട്ടറി ബഷീർ കല്ലേപ്പാടം, ഷംസുദ്ദീൻ ദാരിമി, ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, KA ഹാറൂൺ റഷീദ്, അബ്ദുള്ള നദ്വി തൃപ്രയാർ, AA അബ്ദുൽ ഖാദർ ഹാജി, PH സൈനുദ്ദീൻ, PK ഹസൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു. ഒരു അനുസ്മരണ യോഗമാണ് ഇവിടെ നടത്തുന്നത്. അതിൽ രണ്ട് കാര്യത്തെ അനുസ്മരിക്കണം. അനുസ് പ്ലസ് മരണം എന്നാണ്. മരണത്തെയും അനുസ്മരിക്കണം, മരിച്ച വ്യക്തിയെയും അനുസ്മരിക്കണം. അതുകൊണ്ടാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉൽഖുറു മഹാസിന മുത്താഖി. അപ്പോൾ മരിച്ച വ്യക്തിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അനുസ്മരിക്കണം. അപ്പോൾ ഇന്ന് മരിച്ച വ്യക്തിയെക്കുറിച്ച് പറയുന്നത് മാത്രമേ സത്യത്തിലുള്ളൂ. മരണത്തെക്കുറിച്ച് ആരും സ്മരിക്കാറില്ല. അതൊക്കെ ഒരു വിഷയമേ അല്ല. കാരമുക്ക പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കലാസന്ധ്യ നടത്തി. കാഞ്ഞാണി ശിവപ്രിയ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ് അരങ്ങേറി. ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ, MG പ്രദീപ്, VV പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. TP കുര്യന്റെ കഥയെ ആസ്പദമാക്കി ഡോക്ടർ ഗബ്രിയേൽ തട്ടിൽ നിർമ്മിച്ച പാട്ടം ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം നടന്നു. ആദ്യ പ്രദർശനം സിസി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പോലുള്ള പ്രവർത്തകർ ഇതൊരു ആശയം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം ഷോർട്ട് ഫിലിമിലൂടെ അവതരിപ്പിക്കാൻ സാഹചര്യമുണ്ടായത് നമ്മുടെ ആദ്യകാലം സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകപരമായ മാറ്റത്തിലൂടെ മുന്നോട്ട് മാറ്റുകയാണ്. നമുക്കറിയാം, ഷോർട്ട് ഫിലിമിന് പുറമെ നമ്മുടെ ആദ്യകാല പ്രദേശത്ത് വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ഫിലിം, വലിയ വലിയ ഫിലിം പിടിക്കുന്ന മഹാബുദ്ധികൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അതിനൊക്കെ ഉപരിയായി മാതൃകപരമായി ജനങ്ങളിൽ നിന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെട്ടിപ്പിക്കുവാനും പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മാതൃകപരമായ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദീർഘവീക്ഷണത്തോടുള്ള സമീപനം കുരിയേറ്റം ചെയ്തിച്ചതിൽ മനസ്സുകൊണ്ട് വളരെയേറെ സന്തോഷകരമായിട്ടുള്ളതാണ്. രംഗതാര കലാസമിതി പ്രസിഡന്റ് EG ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട്, പാട്ടം സംവിധായകൻ സിരിൻസ്, ഡോക്ടർ ഗബ്രിയേൽ, രംഗതാര സെക്രട്ടറി ജോണി അന്തിക്കാട്, പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് KG ശശിധരൻ, രാമചന്ദ്രൻ പള്ളിയിൽ, TP കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. പാട്ടം നിർമ്മാതാവ് ഡോക്ടർ ഗബ്രിയേലിനെ CC മുകുന്ദൻ MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. രംഗതാര കലാസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കുടുംബസംഗമവും ഉണ്ടായി. ജന്മികുടിയാൻ വ്യവസ്ഥിതികളുടെ നാളുകളിലേക്ക് വെളിച്ചം വീശുന്ന കഥയാണ് പാട്ടം. പ്രദർശനത്തിനു ശേഷം സംവാദവും ഉണ്ടായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ മെറിറ്റ് ഡേ 2024 സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ അധ്യക്ഷനായി. SSLC, +2 പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അംഗനവാടി പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, KK ബാബു, VG അശോകൻ, MV അരുൺ, ഷിജു ചിറ്റോളി എന്നിവർ പ്രസംഗിച്ചു. പുസ്തകങ്ങളും രക്ഷിതാക്കൾക്ക് പുസ്തകങ്ങൾ, മക്കൾക്ക് പുസ്തകങ്ങൾ, നിങ്ങൾക്ക് സമ്മാനവും പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഇതേപോലെയുള്ള വിശിഷ്ടാദികൾ എല്ലാവരെയും മുന്നിൽ വെച്ച് നിങ്ങൾ ഈ തരത്തിൽ അനുമോദിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഒരു സ്നേഹ ആദരവ് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ വിജയം. നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുന്നത് ജീവിതത്തിൽ A+ നേടാൻ വേണ്ടിയിട്ടുള്ള മക്കളായി മാറുകയാണ്.
ജീവിതം വിജയിക്കുക എന്നുള്ള മക്കളാവുക എന്നുള്ളതാണ്. പട്ടികജാതി വർഗ ഏകോപന സമിതി തൃപ്രയാറിൽ സായാഹ്ന ധർണ നടത്തി. ന്യൂനപക്ഷ സമുദായത്തിലെ ദളിതരെന്ന് വിളിക്കുന്നവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക, പട്ടികജാതി വർഗ വികസന നയം പ്രഖ്യാപിക്കുക, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി വർഗ്ഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുക, പട്ടികജാതി വർഗ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ഏകോപന സമിതി ജനറൽ സെക്രട്ടറി NR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് VN വിനോദ് അധ്യക്ഷനായി. ഡോക്ടർ MK മുകുന്ദൻ, CA ശിവൻ, K രാധാകൃഷ്ണൻ, AS ദിനേശൻ, NR സന്ധ്യ, അനില പ്രിൻസ് എന്നിവർ സംസാരിച്ചു. ഭരണഘടനയിൽ പറയുന്ന ഭരണഘടനാദത്തമായ അവകാശം SC/ST വിഭാഗങ്ങൾക്ക്, അടിസ്ഥാന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നൽകാൻ ഈ സർക്കാർ തയ്യാറാവണം. 1970 തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ ഓരോ വർഷവും ഈ വിഭാഗങ്ങൾക്ക്, അടിസ്ഥാന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഏതാണ്ട് 1000 കോടി രൂപ വീതമാണ് നഷ്ടമാവുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School, the joy of learning. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര നന്മ പാട്ടുകൂട്ടായ്മ വാർഷികാഘോഷം നടത്തി. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്ന പരിപാടി നടൻ ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം അങ്ങനെ പാടാനോ നൃത്തം ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അവരെല്ലാം ഈ കലയെ ഒരു പഠിപ്പിനോടൊപ്പം കൂടെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏതായാലും നന്മ പാട്ടുകൂട്ടായ്മ വലിയൊരു സംഘടനയായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ സെക്രട്ടറി സനു അശോക്, പിന്നെ ഇതിൽ കുറേ പ്രവർത്തകർ എൻ്റെ ഒപ്പം നാടകം അഭിനയിച്ചിട്ടുള്ളവരാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന മനോമോഹനൻ, അദ്ദേഹം എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അദ്ദേഹത്തോടൊപ്പം നാടകം അഭിനയിച്ചിട്ടുള്ളതാണ്. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ OS അഷ്റഫ്, സിജോ പുളിക്കോട്ടിൽ, സീരിയൽ താരം ബിജേഷ് അവണൂർ, മനോമോഹൻ, NS വേണുഗോപാൽ, നന്മ ഭാരവാഹികളായ താന്യം ജോർജ്, ബിജു ഏങ്ങൂർ, സനു അശോക്, സുധീർ അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലയിലെ കലാകാരന്മാരെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നന്മ അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രവേശനം നേടി ഇസ്ര പൂർവ്വ വിദ്യാർത്ഥി ഇബ്രാഹിം ബാദുഷ നൂറാനി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാസ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ക്യാമ്പസായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ സ്കോളർഷിപ്പോടെ പ്രവേശനം നേടി ഇബ്രാഹിം ബാദുഷ നൂറാനി ജാമിയ മദീനത്തൂറിനും ഇസ്ര ക്യാമ്പസിനും അഭിമാനമായി. അരിയല്ലൂർ സ്വദേശിയ അബ്ദുൽ ഖാദർ നുസൈബ ദമ്പതികളുടെ മകനാണ് ഇബ്രാഹിം ബാദുഷ നൂറാനി. നൂറാനിയെ ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി അഭിനന്ദിച്ചു. EK നായനാരുടെ ചരമദിനത്തിൽ ബാലസംഘം സംസ്ഥാന കമ്മിറ്റി ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടശങ്കടവ് ബോട്ട് ജെട്ടിയിൽ നടന്ന ഫെസ്റ്റ് മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി CK വിജയൻ, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, MV ഷാജി, VV പ്രഭാത്, IT ചാക്കോ, AK അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. ബാലസംഘം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കുട്ടികൾ വഴി അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കലാ സാഹിത്യ രംഗത്തൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ബുദ്ധിശക്തി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബാലസംഘം രൂപീകരണ കാലഘട്ടങ്ങളിൽ ഇന്നേവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാതി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെന്നുള്ള ബോധത്തോടുകൂടിയുള്ള ആ പ്രവർത്തനം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനമാണ് ബാലസംഘം നടത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയ ശക്തികൾ കുട്ടികളിൽ മതവൈരവും അതുപോലെ മറ്റെല്ലാം കുത്തിനിറച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത കുത്തിനിറച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ
മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഭിന്നശേഷി വിഭാഗത്തിൽ മത്സരിക്കുന്ന വാലിപ്പറമ്പിൽ ദിലീപിന്റെ മകൾ കൃഷ്ണാഞ്ജനയ്ക്ക് കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി യാത്രയയപ്പ് നൽകി. യോഗത്തിൽ സമിതി ചെയർമാൻ RI സഖറിയ അധ്യക്ഷനായി. സിനിമാ സീരിയൽ നടൻ ലിഷോയ് കൃഷ്ണഞ്ജനയ്ക്ക് ഉപഹാരം നൽകി. എഴുത്തുകാരൻ KR കിഷോർ, നടൻ മനോമോഹൻ, MV രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആയിട്ടേ ഉള്ളൂ. എന്തായാലും നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു വ്യക്തിയെ നമുക്ക് ആദരിക്കാനും യാത്രയയപ്പ് നൽകാനും കഴിയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കൃഷ്ണാഞ്ജന ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ഇപ്പം ഫോൺ കൊടുക്കാറില്ല എന്ന് തോന്നുന്നു. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ശരി, അത് കാരണം എന്നെ ഇപ്പം കിട്ടാത്തത് അവൾക്ക്. അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും എന്നെ വിളിക്കും. അതെ, ഇവളുടെ കയ്യിൽ ഇങ്ങനത്തെ ഈ പൊടിക്കൈകളൊക്കെ ഉണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ പഞ്ചഗുസ്തി മത്സരത്തിൽ അവൾ വലിയ വിജയം നേടി സംസ്ഥാനത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച് ഇപ്പോൾ പോകാൻ പോകുന്നത് കൃഷ്ണാഞ്ജനയാണ്. അവൾ വലിയ ഒരു സമ്മാനമൊക്കെ നേടി തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പെരിങ്ങോട്ടുകര വടക്കുമുറി സിത്താര ക്ലബിന്റെ കുടുംബസംഗമം ആഘോഷിച്ചു. സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഒന്നിച്ചിരിക്കാൻ എല്ലാവർക്കും കൂടി ഒന്നിച്ചിരിക്കാൻ സ്ഥലങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു ഇടങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. പലർക്കും വ്യത്യസ്തമായി പല പല തരത്തിലുള്ള ഇടങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ ഒരിടം, അത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ സമയത്താണ് 50 വർഷത്തോളമായി നമ്മൾ ഈ സമൂഹത്തിൽ ഒരൊറ്റ മനുഷ്യരായി മറ്റൊന്നും നോക്കാതെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ക്ലബ്ബ്. അത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. ഈ ക്ലബ്ബാണ്, ഇത്തരം ക്ലബ്ബുകളാണ് സത്യത്തിൽ നമ്മളെ കേരളത്തെ നിലനിർത്തുന്നത് തന്നെ. അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ക്ലബ് പ്രസിഡന്റ് CR രമണൻ അധ്യക്ഷനായി. മുൻ വാർഡ് മെമ്പർ VK പ്രദീപ്, സെക്രട്ടറി CT ജോസ്, ജനറൽ കൺവീനർ KS ഷിച്ചു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. മഴക്കാലപൂർവ്വ ശുചിത്വ യജ്ഞത്തിന് ധാന്യം 5ാം വാർഡിൽ തുടക്കം കുറിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പൊതുയിടങ്ങൾ ശുചീകരണം നടത്തി. പെരിങ്ങോട്ടുകര നാലംകൂടിയ സെന്ററിൽ നടന്ന ശുചീകരണ യജ്ഞം വാർഡ് മെമ്പർ ആൻഡോ തറയൻ ഉദ്ഘാടനം ചെയ്തു. CDS അംഗം സുഭദ്ര രവി അധ്യക്ഷയായി. ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, ആശാപ്രവർത്തകർ സുശീല രാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TP സിലാരി, ഫസീന സുൽഫിക്കർ, ഗിരിജ കൊടപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര നാലംകൂടിയ സെന്റർ വായനശാല റോഡ്, ATC റോഡ്, മരക്കമ്പനി റോഡ്, മഹാത്മാഗാന്ധി റോഡ്, മഹാത്മാഗാന്ധി ഹരിജൻ റോഡ്, കാഞ്ഞാണി പെരിങ്ങോട്ടുകര റോഡ് എന്നീ പ്രദേശങ്ങളാണ് ശുചീകരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തും പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തന അവലോകന യോഗവും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് കമ്മിറ്റിയും രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അവലോകനം നടത്തി. സൂപ്രണ്ട് ഡോക്ടർ MP സാനു, ഡോക്ടർ TD ഭുവനേശ്വരി, ഡോക്ടർ CR സിജി, ഡോക്ടർ R രാഖി, ഡോക്ടർ പ്രിമ പോൾ, ഡോക്ടർ മഞ്ജിത് കൃഷ്ണൻ, ഡോക്ടർ ഷാലു പത്മദാസൻ എന്നിവർ വിഷയാവതരണം നടത്തി.
പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ഷോട്ടോ കിഡ്സ് കരാത്തെ ക്ലബിലെ അംഗങ്ങളെയും സാംബോ ജു ജിൽസു നാഷണൽസ് ജേതാക്കളായ ഷോട്ടോ കിഡ്സ് അംഗങ്ങളെയും ആദരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സിംഗ് വാലത്ത് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ MM മെഹബൂബ്, ബിന്നി അറയ്ക്കൽ, സുമന ജോഷി എന്നിവർ പ്രസംഗിച്ചു. JKA കേരളത്തിന്റെ ചുമതലയുള്ള ഷിജിത്ത് രാമി, ആൻവർ മരക്കാർ എന്നിവർ സമ്മാനദാനം നടത്തി. പഠിക്കുന്ന കാലത്ത് രക്ഷിതാക്കൾ പറയും നീ എന്ത് പഠിച്ചില്ലെന്നും കുഴപ്പമില്ല, 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അല്ലേ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ, ഡിഗ്രിക്കാരൊക്കെ പറഞ്ഞു ഇപ്പോൾ കേട്ടിട്ട് അച്ഛനമ്മ പറയും നീ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവണം, നീ 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, പക്ഷെ 10ാം ക്ലാസ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ എന്താവശ്യത്തിന് കൊണ്ടുപോകുമ്പോഴും SSLC ബുക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും മറിച്ച് നോക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ പോലും SSLC ബുക്കാണ്. സത്യം പറഞ്ഞു ഞാൻ ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ പോയിട്ട് ശരിക്കും നാണം കിട്ടും. അന്നത്തെ മാർക്ക് അവർ മറിച്ച് നോക്കല്ലേ, അത് ആലോചിച്ചിട്ട് സത്യമാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് നമ്മൾ പഠിക്കാത്തതിന്റെ മാർക്ക് കുറഞ്ഞതിന്റെ ഒരു കുറവ് അവർ മറിച്ച് നോക്കുമ്പോൾ കാണാണ്. സുമനച്ചിക്ക് എങ്ങനെയാണ്? ഓക്കെ അല്ല, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറയാണ്. എന്നില്ല ഡിക്ഷണറി ഒന്നുമില്ല, കട്ടി തീരില്ല, പഴയ പുസ്തകത്തിന്റെ കട്ടി തന്നെയാണ്. പക്ഷെ ഞാൻ പറയാണ് ഇന്നത്തെ മക്കള് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന അല്ലേ സോഷ്യൽ മീഡിയകളുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഒരുപാട് സാധ്യതകളുള്ള മയക്കുമരുന്നുകളുടെ ഒരുപാട് അതിപ്രസരമുള്ള ഒരു കാലത്താണ് നമ്മുടെ ഈ കൊച്ചുമക്കള് ഈ കേരള കർഷക സംഘം മാസികയായ കർഷകനാഥം മാസിക വടനപ്പള്ളി പഞ്ചായത്തിലെ വായനശാലകളിലേക്ക് സ്പോൺസർ ചെയ്തു. NE ഇസ്മയിൽ നിന്നും സുരേഷ് മഠത്തിൽ തുകയും ലിസ്റ്റും ഏറ്റുവാങ്ങി. വടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് മാത്തുക്കാട്ടിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലപൂർവ്വ ശുചീകരണം പാളി. കനത്ത മഴയിൽ തൃപ്രയാറിലും ചിറക്കലിലും വെള്ളക്കെട്ട്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പെരിങ്ങോട്ടുകര നന്മ പാട്ടുകൂട്ടായ്മ വാർഷികാഘോഷം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.